കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ജോലിസ്ഥലത്ത് മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. സഹപ്രവർത്തകനായ APP പരിഹസിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അനീഷ്യയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. അതേസമയം ആത്മഹത്യയിൽ കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് ACP N ഷിബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ശ്യാം എന്നെ അങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി. രാത്രി എന്തിനാ ലീവ് എടുത്തേ? രാത്രി ആര് ലീവ് എടുക്കും? അവൻ ശ്യാം എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയറാണ്. ഞാൻ എൻ്റെ അനിയനെ പോലെ കണ്ട അനിയാന്നും വിളിച്ചിട്ടുണ്ട് അവനെ. അപ്പോൾ ഈ ശ്യാം ഇങ്ങനെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു സർക്കുലർ നടക്കുന്ന മാഡം കണ്ടില്ലായിരുന്നോ? വെറും പരിഹാസം. എന്നിട്ട് സ്മിതയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിഹാസ രൂപേണ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു എന്നോട്. ജൂനിയറായ APP അനീഷിയെ പരിഹസിച്ചെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശമാണിത്. അർദ്ധരാത്രിയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷനിലെ ഒരു കേസിൽ അനാരോഗ്യം കാരണം ഹാജരാകാൻ വിസമ്മതിച്ചപ്പോഴായിരുന്നു പരിഹാസം. സഹപ്രവർത്തകരുടെ ജോലി കൂടി എടുക്കേണ്ടി വരുന്നത് അനീഷയ്ക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കിയിരുന്നുവെന്ന ബന്ധുക്കളുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ, കൂടെ ജോലി ചെയ്യുന്നവർ മനഃപൂർവ്വം ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് അസഹനീയമാണ്, സഹിക്കാൻ നിൽക്കുന്ന കാര്യമായി. അവർ ഇനി ഈ ദ്രോഹിച്ചവർ മറ്റുള്ളവരെയും ദ്രോഹിക്കും. അതുണ്ടാകരുത്. അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവരുടെ, ആ സ്വപ്നങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കിയ ആ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടം വരെ വേണമെങ്കിലും ഞാൻ പോകും. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ACP N ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അനീഷയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. ആരോപണ വിധേയരെ ഉടൻ ചോദ്യം ചെയ്യും. അനീഷയുടെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനിടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് ബാർ അസോസിയേഷന് പരാതി നൽകി. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയ്ക്കും അനീഷയ്ക്കു വേണ്ടി വിവരാവകാശ അപേക്ഷ നൽകിയ അഭിഭാഷകൻ കുണ്ടറ ജോസിനുമെതിരെയാണ് പരാതി. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. 24 കൊല്ലം.